നമസ്കാരം. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വസതിയിൽ മണിക്കൂറുകൾ നീണ്ട ED പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങി CPM പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ. കേന്ദ്ര ഏജൻസിയുടെ ഈ നീക്കം പ്രതിപക്ഷ നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ കരുതിക്കൂട്ടിയുള്ള കടന്നാക്രമണം മാത്രമാണെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പ്രതിപക്ഷത്തെ തകർക്കാൻ BJP ഗവൺമെന്റ് എല്ലാ കാലത്തും തുടരുന്ന വേട്ടയാടലാണിത്. ഇതിനെതിരെ വലിയ വിമർശനങ്ങൾ മുൻപും ഉയർന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് ഇതിനോട് മൗന അനുവാദമാണ് പ്രകടിപ്പിക്കുന്നത്. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നില്ല, ഇതൊരു തുടക്കം മാത്രമായേ കാണുന്നുള്ളൂ. ഇത്തരം ഫാസിസ്റ്റ് നടപടികൾ കൊണ്ട് തങ്ങളെ തളർത്തിക്കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. പാർട്ടിയുടെയും അണികളുടെയും ശക്തമായ പിന്തുണയാണ് തനിക്ക് എപ്പോഴും ഉള്ളതെന്നും ഇന്നത്തെ ജനകീയ പ്രതിരോധത്തിലൂടെ സഖാക്കൾ അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണെന്നും വ്യക്തമാക്കിയ അദ്ദേഹം വരും ദിവസങ്ങളിൽ എന്തിനേയും നേരിടാൻ ഒരുമിച്ചിറങ്ങാമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. അതേസമയം തിരുവനന്തപുരത്തെ വസതിയിൽ പരിശോധന പൂർത്തിയാക്കി ED സംഘം മടങ്ങാനൊരുങ്ങിയതോടെ തലസ്ഥാന നഗരി യുദ്ധക്കളമായി മാറി. ഉദ്യോഗസ്ഥർ കാറിൽ കയറിയതിന് തൊട്ടു പിന്നാലെ വൻ സംഘർഷമാണ് ബേക്കറി ജംഗ്ഷനിൽ അരങ്ങേറിയത്. ED ഉദ്യോഗസ്ഥരുടെ വഴി അടഞ്ഞ CPM പ്രവർത്തകർ കടുത്ത മുദ്രാവാക്യങ്ങളുടെ വാഹനത്തിന് നേരെ കായികമായ ആക്രമണം അഴിച്ചുവിടുകയായിരുന്നു. കല്ലുകളും ഇഷ്ടികകളും ഉപയോഗിച്ച് ED സംഘം സഞ്ചരിച്ച കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ പ്രതിഷേധക്കാർ പൂർണ്ണമായും അടിച്ചു തകർത്തു. വനിതാ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയായിരുന്നു ഈ ക്രൂരമായ ആക്രമണം. അക്രമാസക്തരായ പ്രവർത്തകരെ പിരിച്ചുവിടാൻ സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് വൻതോതിൽ ലാത്തി വീശിയതോടെ പ്രദേശം കടുത്ത സംഘർഷഭരിതമായി. പോലീസും പ്രവർത്തകരും തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടി. പ്രവർത്തകരുടെ കല്ലേറിലും കായികമായ ആക്രമണത്തിലും വാഹനത്തിലുണ്ടായിരുന്ന ചില ED ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒടുവിൽ കനത്ത പോലീസ് സുരക്ഷയിൽ തകർന്ന വാഹനവുമായി ED സംഘം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് കയറുകയായിരുന്നു. തുടർന്ന് കനത്ത സുരക്ഷാ അകമ്പടിയോടെ പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. സംസ്ഥാന വ്യാപകമായി CPM പ്രഖ്യാപിച്ച പ്രതിരോധത്തിന്റെ ഭാഗമായി കണ്ണൂരിലും കോഴിക്കോടും ED ഉദ്യോഗസ്ഥരെ തടഞ്ഞ് കൂവി വിളിച്ചിരുന്നെങ്കിലും തലസ്ഥാനത്ത് അത് ED സംഘത്തിന് നേരെ നേരിട്ടുള്ള കായിക ആക്രമണത്തിലേക്കും വാഹനങ്ങൾ തകർക്കുന്നതിലേക്കും വഴിമാറി. ആദായനികുതി വകുപ്പിന്റെ പരിശോധനയിൽ നിന്ന് ലഭിച്ച അപ്രതീക്ഷിത പിടിവള്ളിയിൽ പതുക്കെയാണ് അന്വേഷണം ആരംഭിച്ചതെങ്കിലും നിർണായകമായ നിയമക്കടമ മറികടന്നതോടെ ED നടത്തിയത് അതിവേഗ നീക്കമാണ്. ഇന്നലെ രാവിലെ 10:20 ED അന്വേഷണത്തിനെതിരെയുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള വിധി ജസ്റ്റിസ് TR രവി പുറപ്പെടുവിച്ചു. തൊട്ടു പിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ 2 ആഴ്ച സമയം അനുവദിക്കണമെന്ന് ഹർജിക്കാർ അഭ്യർത്ഥിച്ചെങ്കിലും ആവശ്യത്തെ ED ശക്തമായി എതിർത്തു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹർജിക്കാർക്ക് ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കണമെങ്കിൽ തന്നെ 2 ദിവസത്തെ അവധിക്ക് ശേഷം വെള്ളിയാഴ്ച മാത്രമേ സാധിക്കൂ. ഈ അവസരം ED വിനിയോഗിക്കുകയും ചെയ്യുകയായിരുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിൽ ED റെയ്ഡ് നടത്തുന്ന കാര്യം നിയമവൃത്തങ്ങളിൽ പോലും പലരും അറിഞ്ഞത് ഏറെ വൈകിയാണ്. ഇന്നലെ കോടതി വിധി എതിരായെങ്കിലും ഇന്ന് റെയ്ഡ് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഹർജിക്കാരുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ED റെയ്ഡ് 12 ഇടങ്ങളിലായാണ് നടന്നത്. തിരുവനന്തപുരത്ത് അക്ഷരാർത്ഥത്തിൽ യുദ്ധക്കളമായി മാറുകയും ചെയ്തു.